ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ആഴ്ചത്തെ കിച്ചൺ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനീഷാണ്. പക്ഷേ ഈ ഒരു കിച്ചൺ ക്യാപ്റ്റൻസിയിൽ അനീഷ് അത്ര നല്ലൊരു ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കുറച്ച് ഈ ഒരു ദിവസങ്ങളിൽ കിച്ചണിൽ നിന്ന് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട്. എന്നാൽ അനീഷ് ഇതിനെക്കുറിച്ചൊന്നും ബോധേഡ് അല്ല, ഇതിനെക്കുറിച്ച് വലിയ അന്വേഷണങ്ങൾ നടത്തുന്നില്ല. അപ്പം ആസ് എ ക്യാപ്റ്റൻ, ആസ് എ കിച്ചൺ ക്യാപ്റ്റൻ അനീഷ് കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇന്നൊരു വിഷയം ഉണ്ടായത് നമ്മൾ കണ്ടു. ചോറ് രാവിലെ ഉച്ചയ്ക്ക് വെച്ച ചോറ് വൈകുന്നേരം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അനീഷ് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ബാക്കി ഹൗസിലുള്ള എല്ലാ മെമ്പേഴ്സും ഇതെന്താ ഇങ്ങനെ പറയുന്നത്, വൈകുന്നേരം കൂടെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ എന്തിനാണത് കളയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ അനീഷിനെ സപ്പോർട്ട് ചെയ്തത് ബിൻസിയും ഷൈത്തിയും മാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് ബിൻസിയും ഷൈത്തിയും അനീഷിനെ സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് നോക്കാം. ഉച്ചയ്ക്ക് വെച്ച ചോറ് വൈകുന്നേരം യൂസ് ചെയ്യരുതെന്ന് അനീഷ് പറഞ്ഞതും അതിനെ ബിൻസിയും സരികയും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ബാക്കി ഹൗസിലുള്ള എല്ലാ ആൾക്കാരും, ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ഈ ഒരു ആവശ്യത്തെ എതിർത്തപ്പോൾ ബിൻസിയും ശരിക്കും പറഞ്ഞാൽ ഷൈത്തിയും മാത്രമാണ് ഈ ഒരു ആവശ്യത്തെ, അനീഷിൻ്റെ ഈ ഒരു ആവശ്യത്തെ അംഗീകരിച്ചത്. ഇവർ മാറി നിന്ന് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ കണ്ട ഫുട്ടേജസൊക്കെ കുറേയൊക്കെ എഡിറ്റഡ് ആയതുകൊണ്ട് എന്താണ് ഈ ഒരു ചോറ് വൈകുന്നേരം യൂസ് ചെയ്യരുത്, അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ മോഹൻലാൽ സാർ വരുന്ന ഈ വീക്ക് എൻഡിലെ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കിട്ടുമായിരിക്കും. കൂടുതലൊരു എക്സ്പ്ലനേഷൻ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമായിരിക്കും. എന്തുകൊണ്ട് ഈ വിഷ്വൽസിൻ്റെ ബാക്കി എവിടെയെന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ മാറി കിട്ടുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഇന്ന് നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ജിസയിലും അനുമോളും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ജിസയിൽ ഇപ്പോഴും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അനുമോൾ ആരോപിക്കുന്നത്. ആൻഡ് അനുമോൾ ജിസയിലിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ജിസയിൽ അവിടെ ഉണ്ടാക്കിയ ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. കാരണം അനുമോളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള റിഫ്റ്റ് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ കണ്ടതാണ്, അതല്ലേ? ഇതിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളതും ഈ വീക്കിൽ എൻഡിൽ നമുക്കറിയാൻ പറ്റുള്ളൂ. ബിഗ് ബോസ് അത് പറഞ്ഞാൽ മാത്രമേ നമുക്കൊക്കെ ഇത് അറിയാൻ പറ്റുള്ളൂ. സോ ഈ കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാനും എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, എന്താണ് ശരിക്കും നടന്നതെന്ന് അറിയാനും നമ്മൾക്ക് ബിഗ് ബോസ് തുടർന്ന് കാണാം. താങ്ക് യു.